ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി മെട്രിക്സ് ക്ലാസ് 12-ലെ തേർഡ് ചാപ്റ്റർ മെട്രിക്സിൻ്റെ അല്ലേ മെട്രിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എക്സസൈസ് 3.1-ലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർത്ത് വണ്ണിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസ്ട്രക്ട് എ 2x2 മാട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഐ ജെ ഈക്വൽ ടു ഐ പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു ടൈപ്പ് എക്സാമ്പിൾസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കാണാത്തൊരു ആ വീഡിയോ പോയി കാണണം, എന്നാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എ ഐ ജെ ഈക്വൽ ടു ഐ പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് 2x2 മെട്രിക്സ് ആണ് ഇവിടെ ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 2x2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഫോം ചെയ്യുക? നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രിക്സ് ആദ്യം എഴുതി നോക്കാം. എ ഈക്വൽ ടു A11 A12 അല്ലേ, A21 A22. ഇതല്ലേ ഒരു 2x2 മെട്രിക്സ് എന്ന് വെച്ചാൽ 2 റോസും 2 കോളംസും ഉള്ളതാണ് എന്ത് 2x2 മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്കിത് എങ്ങനെ ഫോം ചെയ്യാം? അപ്പോൾ എ ഈക്വൽ ടു എങ്ങനെ അല്ല, എ ഈക്വൽ ടു വേണ്ട, ഫസ്റ്റ് നമുക്ക് ഈ എലമെൻറ്റ് കണ്ടുപിടിക്കുക ഓരോന്നും. A11 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A11 എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ തന്നിട്ട് നമുക്ക് ഐ പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു 1ഉം ജെ ഈക്വൽ ടു 1ഉം കൊടുക്കണം അല്ലേ? അപ്പോൾ 1 + 1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. 1 + 1 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു ലൈൻ ഇവിടെ കൊടുക്കുക കേട്ടോ. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A12 ആണ്. ഇവിടെ തന്നെ എഴുതാം, ബാലൻസ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ തീർക്കാൻ പറ്റുമെന്നൊക്കെ ഇരുന്നു. അപ്പോൾ A12 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A12 നമുക്ക് എത്രയാണ് കിട്ടുക? ഈ സെയിം ഇക്വേഷൻ കൊടുക്കണം അല്ലേ? ഐ പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഐക്ക് എന്ത് കൊടുക്കണം? 1ഉം ജെയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? 2 എന്നും കൊടുക്കണം. അപ്പോൾ 1 + 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് മീൻസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും നമുക്കിവിടെ ആൻസർ? 9/2 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് A21 ആണ്. A21 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് വരിക? ഐ പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. ദാറ്റ് മീൻസ് ഐ ഈക്വൽ ടു 2ഉം ജെ ഈക്വൽ ടു 1ഉം കൊടുക്കുക. അപ്പോൾ 2 + 1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും നമുക്കിവിടെ? 9/2 എന്ന് തന്നെ കിട്ടും അല്ലേ? അടുത്തത് ലാസ്റ്റ് വൺ ആണ്. A22 നമുക്ക് കണ്ടുപിടിക്കണം. A22 എന്ന് പറയുമ്പോഴും ഈ ഇക്വേഷൻ കൊടുക്കുക. ഐ പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ ഐ ഈക്വൽ ടു 2ഉം ജെ ഈക്വൽ ടു 2 അല്ലേ നമുക്കിവിടെ കൊടുക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ എത്ര വരും? 2 + 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 2 + 2 4. 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അത് എത്രയാണ് ആൻസർ നമുക്ക്? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ മെട്രിക്സ് ഒന്ന് എഴുതി നോക്കാം അല്ലേ? 2x2-ലെ എല്ലാ എലമെൻറ്റ്സും നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ഫസ്റ്റ് വൺ A11 എത്രയാണ് നമുക്ക് കിട്ടിയത്? 2ഉം A12 എത്ര കിട്ടിയത്? 9/2. അത് നമുക്കിവിടെ കൊടുക്കാവേ. 2 1/2 അല്ല സോറി 9/2. പിന്നെ A21 എത്ര കിട്ടിയത്? 9/2ഉം A22 എത്ര കിട്ടിയത് നമുക്ക്? 8ഉം. അതും ഇവിടെ കൊടുക്കാം. 9/2 8. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുണ്ടായിരുന്നത്? എ ഐ ജെ ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ജെ എന്നാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. എ ഐ ജെ ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ജെ. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? എല്ലായിടത്തും നമുക്ക് ഏതാണ് മെട്രിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഈ ഫോം ഉപയോഗിച്ച് 2x2 മെട്രിക്സ് ആണ് എല്ലായിടത്തും ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2x2 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് വരിക? എ ഈക്വൽ ടു A11 A12 A21 A22 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോം ഉപയോഗിച്ച് A11 ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. A11 എന്ന് പറയുമ്പം എന്ത് വരും? I/J. ഐക്ക് 1ഉം ജെയ്ക്ക് 1ഉം അല്ലേ? 1/1 എന്ന് പറയുമ്പോൾ 1 വരും. A12 എന്ന് പറയുമ്പോഴോ ഐക്ക് 1ഉം ജെയ്ക്ക് 2ഉം വരും അല്ലേ? സോ 1/2. അപ്പോൾ ആൻസർ എന്ത് വരും? 1/2 തന്നെ വരും അല്ലേ? പിന്നെ അടുത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? A21 അല്ലേ? A21 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? I/J എന്നുള്ള ഫോം അല്ലേ? ദാറ്റ് മീൻസ് ഐക്ക് 2ഉം ജെയ്ക്ക് 1ഉം കൊടുക്കണം അല്ലേ? സോ 2/1 ആൻസർ എന്താ വരിക? നമുക്ക് 2 എന്ന് വരും അല്ലേ? അടുത്തത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? A22 അല്ലേ? A22 എന്ന് പറയുമ്പോഴും I/J ഫോമാണ്. ഐക്ക് 2 ജെയ്ക്ക് 2, ദാറ്റ് മീൻസ് 2/2 ഈക്വൽ ടു എത്ര വരും? 1. അപ്പോൾ നമ്മളിവിടെ എന്താണ്? എല്ലാ എലമെൻറ്റ്സും കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സ് ആക്കി നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്കൊരു ഇവിടെ ലൈൻ കൊടുത്തിട്ട് ഇവിടെ എഴുതാം കേട്ടോ. മെട്രിക്സ്
എ ഈക്വൽ ടു എന്തെഴുതാം നമുക്ക്? A11 എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? 1 അല്ലേ. A12 എത്രയാണ് കണ്ടുപിടിച്ചത്? 1/2. സോ 1 1/2. A21 22 എത്രയാണ് കണ്ടുപിടിച്ചേ? 2 1. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എന്ത് കിട്ടി നമുക്ക്? 1 1/2 2 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തേർഡ് വൺ നമുക്ക് തന്നിട്ടുള്ളത് Aij ഈക്വൽ ടു I പ്ലസ് 2j ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അതും 2/2 മെട്രിക്സ് ആണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ തേർഡ് വൺ നമുക്ക് ആദ്യം ആ മെട്രിക്സ് എഴുതാം. 2/2 എങ്ങനെയാണ്? A ഈക്വൽ ടു A11 A12 A22 A21 അല്ലേ. ഇതാണല്ലോ നമ്മുടെ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ A11 ആ ഫോം എന്താ നമുക്ക് തേർഡ് വൺ തന്നിട്ടുള്ളത്? എല്ലാവരും ശ്രദ്ധിച്ചോ. Aij ഈക്വൽ ടു I പ്ലസ് 2j ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഞാനത് ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. I പ്ലസ് 2j ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഐക്ക് 1ഉം ജെയ്ക്കും 1 കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കൊടുത്ത് നോക്കാം. 1 പ്ലസ് 2j എന്ന് പറയുമ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2 അല്ലേ. 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 3a അല്ലേ. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്തായി? 9 ആയി അല്ലേ. 9. ഓക്കെ, മനസ്സിലാകാത്തവർക്ക് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. 1 പ്ലസ് 3. ഓക്കെ, 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്തായി? ചെറിയ മിസ്റ്റേക്ക് വന്നു. 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്തായി? 3a അല്ലേ. 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. നമുക്കപ്പോൾ A11 എന്ത് കിട്ടി? 9/2 എന്ന് കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ A12 നോക്കുവാണ്. 12 എന്ന് പറയുമ്പം I പ്ലസ് 2j ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. I എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് 2j എന്ന് പറയുമ്പോൾ 2 × 2 4 വരും അല്ലേ. ജെയ്ക്ക് 2 കൊടുക്കുന്നു. സോ 4 ഡിവൈഡഡ് ബൈ 2. ഇത് ഓൾ സ്ക്വയർ എന്ന് കൊടുക്കണേ. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 1 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 5. 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 അല്ലേ. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 കിട്ടും എന്ത്? നമ്മുടെ A12. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A21ഉം A22 അല്ലേ. അപ്പോൾ A21 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? I പ്ലസ് ജെ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് ഐക്ക് 2ഉം ജെയ്ക്ക് 1ഉം കൊടുക്കുക. ദാറ്റ് മീൻസ് 2 പ്ലസ് 1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? I പ്ലസ് 2j എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഞാൻ അവിടെ എഴുതിയിൽ ചില മിസ്റ്റേക്ക് 2j അല്ലേ. സോ 2j എന്ന് പറയുമ്പോൾ ജെയ്ക്ക് നമ്മൾ 1 കൊടുക്കണം. അപ്പോൾ 2 × 1 2. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 4 സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് മീൻസ് 8 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഞാൻ ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കിട്ടുക? നോക്കിയേ, A22 എന്ന് പറയുമ്പം I പ്ലസ് 2j ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ A22ൻ്റെ ആൻസർ എത്ര വരും? ഐക്ക് 2ഉം ജെയ്ക്കും 2 കൊടുക്കണം. ദാറ്റ് മീൻസ് 2 പ്ലസ് 2 × 2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഓൾ സ്ക്വയർ വരും അല്ലേ. സോ 2 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ 6. 6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 വരും അല്ലേ. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 36 ഡിവൈഡ് ബൈ 2 നമുക്ക് ചെയ്താൽ എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് ഫോം ചെയ്യാം. 2/2 മെട്രിക്സ്. അപ്പം A11 എത്ര കിട്ടിയത്? 9/2. ദെൻ A12 എത്ര കിട്ടിയത്? 25 ഡിവൈഡഡ് ബൈ 2. അടുത്ത നമുക്ക് എന്താണ്? A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 18. ഇതാണ് നമുക്ക് കിട്ടിയ മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ എക്സസൈസ് 3.1 ഫോർത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.